ഇടുക്കി വാഗമൺ വില്ലേജിലെ ഉളുപ്പൂണിയിൽ ഉടമസ്ഥാവകാശമില്ലാത്ത ഭൂമിയിൽ വനം വകുപ്പ് ജണ്ട സ്ഥാപിക്കുന്നതായി പരാതി. ഭൂമിയിൽ ഒരു ജണ്ട സ്ഥാപിക്കുകയും 2 എണ്ണത്തിന് കുഴിയെടുക്കുകയും ചെയ്തു. വിവരമറിഞ്ഞ നാട്ടുകാർ സംഘടിച്ച് പ്രതിഷേധിച്ചതോടെ ഉദ്യോഗസ്ഥർ ശ്രമം ഉപേക്ഷിച്ച് മടങ്ങുകയായിരുന്നു. 50 വർഷത്തിലധികമായി 80ഓളം കുടുംബങ്ങളാണ് ഉള്ളുപൂണിയിൽ താമസിക്കുന്നത്. ഇതിൽ 20ഓളം പേർക്ക് പട്ടയമുണ്ട്. ബാക്കിയുള്ളവർ പട്ടയത്തിന് അപേക്ഷ നൽകി നടപടികൾ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് വനംവകുപ്പിന്റെ എതിർപ്പുണ്ടെന്ന് പറഞ്ഞ് റവന്യൂ വകുപ്പ് പട്ടയ നടപടി നിർത്തിവെച്ചത്. പട്ടയം ഉള്ളതും ഇല്ലാത്തതുമായ ഇത്തരം ഭൂമിയിലാണ് വനംവകുപ്പ് അനധികൃതമായി ജണ്ട സ്ഥാപിച്ചത്. പട്ടയമുള്ള ഭൂമിയോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ വനംവകുപ്പിന് ജണ്ട സ്ഥാപിക്കാൻ അനുവാദമില്ല. അടിയാധാര പ്രകാരം വനംവകുപ്പ് ജണ്ട സ്ഥാപിച്ച ഭൂമി റവന്യൂ വകുപ്പിന് കീഴിലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഉളുപ്പൂണി എന്ന പ്രദേശത്ത്, അതായത് വർഷങ്ങളായിട്ട് ജനങ്ങൾ അധിവസിച്ചിരുന്നൊരു മേഖലയാണ്. ചെറുകിട കർഷകർ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള ആളുകൾ അധിവസിച്ചിരുന്ന മേഖലയാണ്. അപ്പം കുറേ വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഇത് KLDM ബോർഡിൻ്റെ സ്ഥലമായിരുന്നു. നിലവിൽ ഫോറസ്റ്റിന് ഹാൻഡ് ഓവർ ചെയ്തായിട്ടൊന്നും യാതൊരു രേഖയും കാര്യങ്ങളൊന്നും നിലവിൽ ആർക്കും തന്നെ വ്യക്തമില്ല. വനം വകുപ്പ് തർക്കം ഉന്നയിച്ച സാഹചര്യത്തിൽ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഭൂമി ആരുടേത് എന്ന് കണ്ടെത്താനാകൂ. വനം വകുപ്പ് കൈവശം വെച്ചിരിക്കുന്ന ക്യാമ്പ് ഷെഡ് ഇപ്പോഴും പഞ്ചായത്ത് രേഖയിൽ KLD&MM ബോർഡിന്റെ പേരിലാണ്. അതേസമയം ഭൂമി സംബന്ധിച്ച രേഖ നൽകാൻ വനം വകുപ്പിന് കഴിയാത്തതിനാൽ പോലീസ് കേസെടുത്തിട്ടില്ല. തർക്കം നിലനിൽക്കെ വിവാദ ഭൂമിയിൽ ജണ്ട സ്ഥാപിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ജില്ലാ കളക്ടർക്കും പോലീസിലും നാട്ടുകാർ പരാതി നൽകി. ജനം, ഇടുക്കി.